വയസ്സ് പിന്നിട്ടെങ്കിലും CI ഫിലിപ്പിന് ഡ്രൈവിംഗ് ആണ് ഹരം. കഴിഞ്ഞിടെയാണ് അദ്ദേഹം 100 പിന്നിട്ടത്. 40 വർഷം SBTയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. 50 വർഷം മുൻപാണ് അദ്ദേഹം ലൈസൻസ് എടുക്കുന്നത്. ആദ്യമായി വാങ്ങിയ വണ്ടി ഫിയറ്റ് പത്മിനി കാർ. അന്നു മുതൽ ഇന്ന് വരെയും ഫിയറ്റ് കാർ മാത്രമാണ് ഓടിക്കുന്നത്. ഇടക്കാലത്ത് പഴയ വണ്ടി വിറ്റ് 1996 മോഡൽ വണ്ടി വാങ്ങി. ഇപ്പോൾ ആ വണ്ടിയിലാണ് യാത്ര. പള്ളിയിൽ പോകാനും ആശുപത്രിയിൽ പോകാനുമെല്ലാം സ്വന്തമായി കാർ ഓടിച്ചു പോകും. നെടുങ്ങാടപ്പള്ളിക്കാർക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. അന്ന് ബാങ്കിലേക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചതൊക്കെ അന്ന് എനിക്ക് ഇവിടെ തോപ്പിലെ ആശാനെന്നും പറഞ്ഞ ഒരാളുണ്ട്. ആശാൻ എനിക്ക് ഒരു ദിവസത്തെ മല്ലപ്പള്ളി മുതൽ നെടുങ്ങാടപ്പള്ളി വരെ ഒന്ന് ഡ്രസ്സിങ് തന്നു. പിന്നെ എനിക്ക് തന്നിട്ടില്ല. പിന്നെ തന്നെ ഇതെല്ലാം പഠിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ട് പോകും. ഇതൊരു കുഴപ്പമില്ല. കവലയല്ല മല്ലപ്പള്ളിക്കൊക്കെ പോകും. പിന്നെ അത്യാവശ്യമുള്ളിടത്തല്ല പോകും. ഇപ്പം കോട്ടയത്തിനെങ്കിലും പോകത്തില്ല. ഇപ്പം വലിയ ട്രാഫിക്കാണ്. ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നത് കാലില്ലാതെ പ്രയാസം ഉണ്ട്. കോട്ടയത്തിനെങ്കിലും പോകത്തില്ല. പിന്നെ ഇവിടെ മല്ലപ്പള്ളി ഇങ്ങനെ ചെറിയോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും. ദൈവത്തിൻ്റെ കൃപയല്ല, എൻ്റെ അമ്മയ്ക്കല്ല യോഗ്യത ഒന്നുമല്ല. എനിക്ക് തന്നല്ല എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറ്റത്തില്ല. അവിടെ നിന്ന് ഉടയാൻ അനുവദിക്കണം. അനുവദിച്ചാൽ ഒരു കുഴപ്പമില്ല. അനുവദിക്കുന്ന കാലം വരെ എൻ്റെ പ്രാർത്ഥന ഇതാ, അവസാന നിമിഷം വരെ പരാശ്രയം കൂടാതെ കഴിഞ്ഞുകൂടണം. എനിക്ക് ഒന്നായിട്ടൊന്ന് ഒരിടത്ത് പോകണമെങ്കിൽ വേറൊരാളെ വിളിക്കാൻ പോകണ്ടേ, ഒരു ഡ്രൈവറെ വിളിക്കാൻ പോകണ്ടേ? ഇല്ല. അപ്പോൾ എൻ്റെ സ്വന്തമായിട്ട് തന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കണം. അത് ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. ദൈവം ഇതുവരെയും അത് സാധിപ്പിച്ചു, ഇന്നും സാധിപ്പിക്കും എന്നും വിശ്വസിക്കുന്നു. ഫിലിപ്പിനെ കാണാൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് വീട്ടിലെത്തിയപ്പോൾ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി ഫിലിപ്പിന്റെ ഫിയറ്റ് കാറിലേക്ക് കയറി. പിന്നെ ടൗണിലൊരു കറക്കം. സാധാരണ ഈ ഹാഫ് ക്ലച്ചൊക്കെ എടുക്കുന്നത് നല്ല പ്രാക്ടീസ് വേണം. ഇടയ്ക്ക് നിർത്തിയപ്പോൾ അദ്ദേഹം അത് കൃത്യമായി എടുത്ത് വളരെ എന്താ പറയുന്നത് ഈ ഒരു കംഫർട്ടബിളായിട്ടുള്ള ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടാണെന്ന് പറയാറുണ്ട്. ആ കാര്യത്തിൽ അദ്ദേഹം ഒരു മികച്ച കലാകാരൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വളരെ നന്നായി വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര ഇവിടെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഒരു പ്രാർത്ഥനാ നിർഭരമായ ജീവിതം, മറ്റാർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ഒരുപാട് നന്മകൾ ചെയ്ത് കടന്നു പോകുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദീർഘായുസിൻ്റെ രഹസ്യം പുതിയ തലമുറ അറിയേണ്ടത് എങ്ങനെയാണ് മനുഷ്യന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നത്, സംതൃപ്തിയോടെ ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു പക്ഷേ അദ്ദേഹം ഒരു പാഠമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പുറകിൽ കാണുന്ന ബോഗൻ വില്ലകളുടെ ഒക്കെ തന്നെ ഈ വീടിൻ്റെ പശ്ചാത്തലത്തിലെ ഏറ്റവും രസകരമായ മറ്റൊരു അനുഭവമാണ്. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ഒരു അപൂർവതയാണ് സത്യത്തിൽ. നമ്മുടെ എല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇത്തരം ചില കാഴ്ചകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത്. അദ്ദേഹത്തിന് ഫിലിപ്പച്ചായൻ എല്ലാവിധ ഈ നാടിൻ്റെ ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങുന്ന ഒരാളാണ്. ഞാനങ്ങോട്ട് പോകുന്ന വഴിക്കേ കണ്ടു കൊച്ചു കുട്ടികളും പ്രായമുള്ളവരുമൊക്കെ കൈയെടുത്ത് കാണിക്കുന്നു. അപ്പോൾ അത് ഏറ്റവും ഞങ്ങളൊക്കെ സാധാരണ കാറിനകത്തിന് കൈ കാണിക്കാറുണ്ട്. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോഴല്ല, അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ആൾക്കാരെ വിഷ് ചെയ്താണ് കടന്നു പോകുന്നത്. അപ്പം വളരെ രസകരമായൊരു അനുഭവമായിരുന്നു. അദ്ദേഹത്തിന് ദൈവം ദീർഘായുസ്സ് നൽകി ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികരുടെയും പൗരപ്രമുഖരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ ഡോക്ടർ N. ജയരാജ് ഫിലിപ്പിനെ ആദരിച്ചു. കേക്ക് മുറിച്ച് 100 പിന്നിട്ടതിന്റെ സന്തോഷം ഫിലിപ്പ് എല്ലാവരുമായി പങ്കുവച്ചു.